ഒരു കാലഘട്ടത്തിലെ മലയാളി പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച പ്രണയനായകനായിരുന്നു വെള്ളിയാഴ്ച വിടവാങ്ങിയ രവികുമാർ. ചെറിയ വേഷങ്ങളിൽ തുടക്കം, അവിടെ നിന്ന് നായക പദവിയിലേക്ക് വളർച്ച, പുതിയ നായകന്മാരെത്തിയപ്പോൾ വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് വേഷപ്പകർച്ച, അതും അടുത്തപ്പോൾ അച്ഛനും മുത്തച്ഛനുമൊക്കെയായി സ്വഭാവ നടനിലേക്കുള്ള മാറ്റം. രവികുമാറിന്റെ അഭിനയ ജീവിതത്തില് ഒട്ടേറെ വഴിത്തിരിവുകളുണ്ട്. ഒരു ഘട്ടത്തിൽ സിനിമയിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു. പക്ഷേ അഭിനയം അദ്ദേഹത്തെ ടെലിവിഷൻ പരമ്പരകളിലേക്ക് മാടി വിളിച്ചു. അതോടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി തീർന്നു അദ്ദേഹം. മരണത്തിന് തൊട്ടു മുൻപുള്ള വർഷം വരെയും പ്രേക്ഷകർക്കിടയിൽ തിളങ്ങി നിൽക്കാൻ രവികുമാറിന് സാധിച്ചു. ഒരു നിയോഗം പോലെ അവസാന കാലത്ത് മോഹൻലാൽ നായകനായ ആറാട്ടിലും മമ്മൂട്ടി നായകനായ CBI 5-ലും അഭിനയിക്കാനായതും ഭാഗ്യമായി. അവളുടെ രാവുകൾ എന്ന സിനിമയിലൂടെ IV ശശിയാണ് രവികുമാറിന് പ്രണയനായക പരിവേഷം പകർന്നത്. ചിത്രം വൻ ഹിറ്റായതോടെ അദ്ദേഹം മലയാളികളുടെ പ്രിയപ്പെട്ട നടനായി മാറി. IV ശശിയുടെ മാത്രം 80-ൽ-അധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. സംവിധായകരായ ശശികുമാറിന്റെയും AB രാജിന്റെയും ബേബിയുടെയും ചിത്രങ്ങൾ രവികുമാറിന്റെ വളർച്ചയിൽ നിർണായകമായിരുന്നു. തുടക്കകാലത്ത് രവികുമാറിന്റെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊണ്ട് ജീവൻ നൽകിയത് അന്തരിച്ച സംഗീത സംവിധായകനായ രവീന്ദ്രനായിരുന്നു. സിനിമാ കുടുംബത്തിൽ നിന്നാണ് രവികുമാറിന്റെ വരവ്. സ്വന്തമായി നിർമ്മാണ കമ്പനി, ബാനറിന്റെ പേര് രവികുമാർ ഫിലിംസ്. അച്ഛൻ KMK മേനോൻ തിരുവനന്തപുരത്തെ 2ാം ഫിലിം സ്റ്റുഡിയോയായ ശ്രീകൃഷ്ണയുടെ ഉടമ. അമ്മ ഭാരതി നടിയും. ദിവ്യദർശനം ഉൾപ്പെടെ ചില സിനിമകൾ ഭാരതി നിർമ്മിച്ചിട്ടുമുണ്ട്. രവികുമാർ വിടവാങ്ങുമ്പോൾ തിരശീല വീഴുന്നത് അനശ്വര പ്രണയഗാനങ്ങളുടെ ഒരു യുഗത്തിന് തന്നെയാണ്. അദ്ദേഹം അഭിനയിച്ച പല സിനിമകളിലെയും പാട്ടുകൾ വൻ ഹിറ്റായിരുന്നു. അതില് എൻ സ്വരം പൂവിടും ഗാനമേ അറിയാലോ, ഇണക്കമോ പിണക്കമോ, സന്ധ്യതൻ അമ്പലത്തിൽ, പ്രണയ സരോവര തീരം, സ്വർണ്ണമീനിന്റെ തുടങ്ങിയ ഗാനങ്ങൾ മലയാളികൾ ഇന്നും മൂളുന്നു. 20ഓളം തമിഴ് സിനിമകളും രവികുമാർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചു. K. ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത സീരിയലിലൂടെയാണ് ആദ്യമായി മിനി സ്ക്രീനിലെത്തിയത്. നടി സുമിത്രയെ വിവാഹം കഴിച്ചെങ്കിലും ദാമ്പത്യം അധികകാലം നീണ്ടില്ല. പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ചു. ഒരു മകനും ഉണ്ട്.